വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ശാരിക വീണ്ടും കരഞ്ഞു പറയുകയാണ്, എനിക്ക് മോളെ ഒന്ന് കണ്ടാൽ മതി, ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒന്ന് മാറോട് ചേർത്ത് പിടിക്കണം, പറ്റിയാൽ ഒരു മുത്തം കൊടുക്കണം, ഇത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നീ കൊണ്ടുവരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അധികം സംസാരിപ്പിക്കരുതെന്ന് നഴ്സ് പറയുന്നുണ്ട്. അന്നേരം ശരി ഞാൻ പോയിട്ട് വരാം എന്നിങ്ങനെ ശാലിനിക്കാണെങ്കിൽ ഉള്ളിൽ സങ്കടമുണ്ട്, പക്ഷെ പുറത്തത് കരഞ്ഞാനും പറ്റുന്നില്ല, കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതൊക്കെ ശാരിക കാണാൻ തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശാലിനിയാണെങ്കിൽ ഇനി റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് വെളിയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ശിവനോട് പറയുന്നുണ്ട്, നാളെ മോളെ കാണിക്കാമെന്ന് ഞാൻ ശാരികേച്ചിക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, മോളുടെ സമീപം ശാരികേച്ചിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും, അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കുക ശാലിനി ഇങ്ങനെ തളരാതെ ഒരു അമ്മയാണെങ്കിൽ മകളെ കാണാനായിട്ട് ഇത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ് ശിവനാണെങ്കിൽ ശാലിനിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ ശാന്തയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്കാണ് വരുന്നത്. ശ്യാമയെ വിളിക്കുമ്പോൾ ശ്യാമ വന്ന് കതക് തുറക്കുകയാണ്. എന്നിട്ട് ശാന്തയെ എവിടെയായിരുന്നു, ഒരു കൃത്യനിഷ്ഠയൊക്കെ വേണ്ടേ, ജോലിക്ക് ഇവിടെ വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യമാണ്. അന്നേരം ഇനി ഞാൻ വന്നോളാം എന്ന് പറയുന്നുണ്ട്. അത് ശാലിനി കുഞ്ഞ് പറഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ, കുഞ്ഞേച്ചിയല്ലല്ലോ ചേച്ചി ജോലിക്ക് നിർത്തിയത്, അമ്മയല്ലേ, ആ ഒരു ഉത്തരവാദിത്വം കാണിക്കണ്ടേ, ചേച്ചി വരില്ല എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും നോക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇനി ഞാൻ മുടങ്ങാതെ വന്നോളാം എന്ന് പറയുമ്പോൾ, അവിടുത്തെ കാര്യം എന്തിനായി, കുഞ്ഞിനെ നോക്കൽ എന്തോ അതുപോലെ പാതി വഴിക്ക് ഇട്ടിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ശ്യാമ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. കുഞ്ഞിനെ അവിടെ നിന്ന് ആരും എടുത്തുകൊണ്ട് പോയി എന്ന് പറയുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് അകത്തുനിന്ന് രോഹിത് വരുന്നുണ്ട്. അന്നേരം എടുത്തുകൊണ്ട് പോയോ എന്ന് രോഹിത് ചോദിക്കുകയാണ്. അന്നേരം അതേ ആരാണെന്ന് അറിയില്ല, പോലീസ് ഒന്ന് കേസെടുത്തിട്ടുണ്ട്, അവിടെ ആകെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് ആകപ്പെടെ സന്തോഷമാവുന്നുണ്ട്. അത് നല്ലത് തന്നെ, ആ കൊച്ചു പോയത് തന്നെ നല്ലത്, അല്ലെങ്കിൽ ഒരു എരണം കെട്ട കൊച്ചാണ് എന്നിങ്ങനെ പറയുമ്പോൾ, ശ്യാമ അതിൻ്റെ ചേച്ചിയുടെ മോളാണെന്നെങ്കിൽ രോഹിത് പറയുമ്പോൾ, പിന്നെ ചേച്ചിയുടെ മോളോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട, അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ശ്യാമ ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോവുകയാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് പോയത് ആരാണെന്ന് വല്ല വിവരവും കിട്ടിയോ എന്നൊക്കെ. അന്നേരം ആകെ പ്രശ്നത്തിനാണ്, പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ശാന്ത പറഞ്ഞ് നിൽക്കുകയാണ്. രോഹിത്തിന് നല്ല വിഷമമുണ്ട് കുഞ്ഞിനെ കാണാതായതില്ല. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ സുസ്മിതയാണെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ആ ഒരു ഏജന്റ് രാഹുലിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വരുന്ന കാറിൽ വരുന്ന കാണിക്കുന്നുണ്ട്. അവിടെ ഭാമയാണെങ്കിൽ രാഘവൻ നായർക്ക് റൂമിൽ ഗുളിക കൊണ്ട് കൊടുക്കുകയാണ്. അന്നേരം ഇത് കഴിച്ച ക്ഷീണമൊക്കെ മാറുമെന്ന് പറയുകയാണ്. അന്നേരം കഴിച്ച് മടുത്തു ഭാമ, ഇനിയൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ്. അന്നേരം അതൊക്കെ അന്ന് ശരിയാവില്ല, ഇത് കഴിച്ചാലല്ലേ അസുഖം മാറുള്ളൂ, അങ്ങോട്ട് കഴിച്ചെന്നൊക്കെ നിർബന്ധപരമായിട്ട് രാഘവൻ നായർക്ക് ഗുളിക കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി കിടന്നോളൂ, ഉറങ്ങി എണീക്കുമ്പോൾ ക്ഷീണമൊക്കെ മാറുമെന്ന് പറഞ്ഞ് തലവണയൊക്കെ നേരെ എടുത്ത് വെച്ച് ഷീറ്റൊക്കെ മൂടി കൊടുക്കുകയാണ്. അന്നേരം പുതപ്പൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, തണുപ്പല്ലേ എന്ന് പറഞ്ഞ് നേരെ മൂടി കൊടുക്കുന്നുണ്ട്. രാഘവൻ നായരും കിടന്ന് കണ്ണടച്ച് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് സുസ്മിതയുടെ വണ്ടി അവിടത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും രാഘവൻ നായർ അറിയില്ല എന്നാണ് തോന്നുന്നത്. തുടർന്ന് ഭാമ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ സുസ്മിത വന്ന് ഇറങ്ങുന്ന കാണുന്നുണ്ട്. ഇവളെന്തിനാ ഇങ്ങോട്ടത്തേക്ക് വന്നതെന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് തന്നെ ഭാമ ചെല്ലുന്നുണ്ട്. അന്നേരം നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമാൻ്റെ എന്തിനാ ഇങ്ങനെ എന്നെ നോക്കുന്നത്, ഞാൻ സത്യാമ്മയുടെ സ്വന്തം സുസ്മിത എന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ സ്വന്തമോ, എൻ്റെ ആരുമല്ല, നീ നിൻ്റെ സ്ഥാനം എന്നും പടിക്ക് പുറത്ത് തന്നെയാണ്, കള്ളങ്ങൾ കൊണ്ട് ചീട്ടുകൊട്ടാരമൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന, അതിനകത്ത് ജീവിക്കുന്ന നിനക്ക് വെളിയിൽ തന്നെയാണ് സ്ഥാനം, ഇവിടെ എങ്ങനെ നിൻ്റെ ഒരു കാര്യം ഇനി കേൾക്കണ്ടെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ എന്തായാലും ഒരു കാര്യം പറയാനാണ് വന്നതെന്ന് പറയുമ്പോൾ, നിൻ്റെ ഒരു നുണയും എനിക്ക് കേൾക്കണ്ട, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടത്തേക്ക് വന്നത് എന്നൊക്കെ കുറേ ആദ്യം വഴക്കൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതുകൊണ്ട് കള്ളങ്ങളൊക്കെ പറയുന്നുണ്ടാണ് നിനക്കിങ്ങനെ വെറുക്കവിട്ടവളായിട്ട് പുറത്ത് നിൽക്കേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ ശരി തന്നെ, ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ ഇവിടത്തേക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിന്നെ പടിക്ക് പുറത്ത് തന്നെയാണ് എൻ്റെ സ്ഥാനം എന്നറിയാം, പക്ഷേ ഇവിടെ കെട്ടിലമായിട്ടിരിക്കുന്നവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, കള്ളങ്ങൾ കൊണ്ട് അവളാണ് കൊട്ടാരം ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, നിൻ്റെ ഒരു നുണയോടെ വിശ്വസിക്കില്ല എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അന്നേരം വ്യക്തമായ തെളിവും കൊണ്ട് തന്നെയാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ, ഇനി നീ എന്ത് പറയാനാണ് വന്നത്, വിഷ്ണുവിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടെന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് സത്യാമ്മ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലും എന്ന് പറയുന്നതായിരിക്കും നല്ലത്, പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ എന്തോ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇനി എന്തായാലും സത്യാമ്മ മകനെ കാത്തിരിക്കുകയാണല്ലോ, ആ മകൻ എന്തായാലും സത്യാമ്മയുടെ അടുത്തേക്ക് വരില്ല എന്ന് പറയാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, നീ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അന്നേരം വ്യക്തമായ തെളിവും കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ, ഒരുപാട് ദ്രോഹങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ പ്രായശ്ചിത്തം എന്ന പോലെ തന്നെയാണ് ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ, ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കില്ലല്ലോ, തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് രാഹുൽ എന്നിങ്ങനെ വിളിക്കുമ്പോൾ, അയാളാണെങ്കിൽ ആ LIC ഇൻഷുറൻസിൻ്റെ അയാളാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഞാൻ പറഞ്ഞാലല്ലോ വിശ്വാസം ഇല്ലാത്തത്, വ്യക്തമായ തെളിവുണ്ട്, അറിയാവുന്നതെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് അയാളുടെ ബെയിൽ നിന്നൊരു പേപ്പർ ആദ്യം എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് വിഷ്ണു മരിച്ചതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നിങ്ങൾ എന്തായി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? എൻ്റെ മകൻ മരിച്ചിട്ടൊന്നുമില്ല, എൻ്റെ മകൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവൻ എൻ്റെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ വീണ്ടും അടുത്ത പേപ്പർ എടുക്കുന്നുണ്ട്. ഇത് വിഷ്ണുവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇൻഷുറൻസ് തുകയായ 30 ലക്ഷം രൂപ ശാലിനി മാഡം കൈപ്പറ്റിയതിൻ്റെ രേഖയാണ് എന്നിങ്ങനെ പറയുമ്പോഴും ഭാമ സമ്മതിക്കുന്നില്ല. അന്നേരം വിശ്വസിക്കണം സത്യാമ്മ, ഇനി നിങ്ങളുടെ മകൻ വിഷ്ണു മരിച്ചു, വിഷ്ണു എന്തായാലും നിങ്ങളെ തേടി ഇനി വരില്ല എന്ന് പറയുകയാണ്. അതിന് കളക്ടറമ്മ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, ഇത് ഡെത്ത് സർട്ടിഫിക്കറ്റാണ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് തുക കൈപ്പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാമ ആലോചിക്കുന്നുണ്ട്. ആ ഒരു ഇൻഷുറൻസിൻ്റെ പേപ്പർ വന്നപ്പോൾ ശാലിനിയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് കുടുംബവും വീടും ഒന്നും ഇല്ലാത്തവൻ ഇനി എങ്ങനെ LIC ഒക്കെ അടയ്ക്കാനാണ്, മോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഭാമ അത് ആലോചിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, ഞാൻ ശാലിനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മയെ നോക്കുക. അവസാനമായിട്ട് വിഷ്ണുവിൻ്റെ ഡെഡ് ബോഡി പോലും നിങ്ങളെ ഒന്ന് കാണിച്ചില്ലല്ലോ, അപ്പോൾ അവൾ മകനെ വിറ്റ് കാശാക്കുകയാണ് ചെയ്തത്, അവൻ മരിച്ചു, സത്യാമ്മയുടെ മകൻ വിഷ്ണു മരിച്ചു, ജീവിച്ചിരിപ്പില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഭാമയുടെ കയ്യിലേക്ക് ഇടുമ്പോൾ ഭാമ ആകെ അന്തം വിട്ട് അങ്ങ് തലയിറങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണ്. പൊന്നി ആകെ ടെൻഷനിലാവുകയാണ്. എന്നിട്ട് ഭാമ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് കയ്യിൽ നിന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഭാമയുടെ കയ്യിൽ നിന്നും. അന്നേരം അത് മറ്റേ ആൾ എടുത്ത് വയ്ക്കുന്നുണ്ട്, 2 പേപ്പറൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ മകൻ ഒരിക്കലും നിങ്ങളെ തേടി വരില്ല, നിങ്ങളുടെ മരുമകൾ മകനെ വിറ്റ് കാശാക്കി കൊന്നു കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാമ ആകെ എങ്ങനെ തലയൊക്കെ പെരുത്തങ്ങ് ബോധം കെട്ടങ്ങ് താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. തറയിലേക്ക് ബോധം കെട്ട് പോകുന്നുണ്ട്. അന്നേരം പൊന്നി സത്യാമ്മയെ നിന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത ഇത് കണ്ട് ആകെ സന്തോഷത്തിൽ ആ സോപാനത്തിലേക്ക് കണ്ട് കാലുമേറ്റിയിരിക്കുകയാണ്. പക്ഷേ ആ വന്ന LIC അയാൾ ആകെ ഒന്ന് പേടിക്കുന്നുണ്ട്. അന്നേരം എന്ത് ദ്രോഹമാണ്, ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത് എന്നിങ്ങനെ പൊന്നി ചോദിക്കുമ്പോൾ പിന്നെ എന്നായാലും ഇവിടെ അറിയേണ്ടതല്ലേ എന്ന് പറയുകയാണ്. തുടർന്ന് പൊന്നി ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഭാമയുടെ മുഖത്തേക്ക് കുടയുകയാണ്. അന്നേരം ഭാമയ്ക്ക് ചെറുതായിട്ട് ബോധം വരുന്നുണ്ട്. പക്ഷേ അകത്ത് രാഘവൻ നായർ ഇതൊന്നും അറിയുന്നില്ല. രാഘവൻ നായരാണെങ്കിൽ നല്ല മയക്കത്തിൽ തന്നെയാണ്. തുടർന്ന് ബോധം വീഴുന്ന ഭാമയാണെങ്കിൽ അങ്ങ് തറയിൽ തന്നെയാണ്. എന്നിട്ട് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മകൻ വിഷ്ണു എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ഇല്ല, വിഷ്ണു മരിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല, എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് തലയിലടിച്ച് കരയുകയും സുസ്മിത പറയുന്ന ഒന്നും കേൾക്കാതെ ചെയ്യൊത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ആദ്യം മുതൽക്കുള്ള കഥ സത്യാമ്മയെ കേൾക്കണ്ടേ ചോദിക്കണം. അന്നേരം ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട, എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, എന്നെ തേടി വരും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, സത്യാമ്മയുടെ മകൻ വിഷ്ണു മരിച്ചു, അവളാണെങ്കിൽ ഒരു ഡെഡ് ബോഡി പോലും സത്യാമ്മയെ കാണിച്ചു ഇല്ല, അമ്മയെ കാണിച്ചില്ല, അച്ഛനെ കാണിച്ചില്ല, സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കാണിച്ചില്ല, എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. എന്നിട്ട് ആ ഒരു ഇൻഷുറൻസ് തുക വരെ തട്ടിയെടുത്ത് അവളെ ഒരിക്കലും സത്യാമ്മ അംഗീകരിക്കരുത്, കർമ്മങ്ങൾ ചെയ്യാൻ പോലും സമ്മതിച്ചില്ല, വിഷ്ണുവിൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മയങ്ങ് ചെവി പൊത്തുകയാണ്. കുറച്ച് കേൾക്കുന്നുണ്ട്, ചെവി പൊത്തുന്നുണ്ട്, തലതല്ലി കരയുകയാണ്. അന്നേരം ഇത് സത്യാമ്മ വിഷ്ണു മരിച്ചു എന്നുള്ള സത്യാമ്മ അംഗീകരിച്ചേ മതിയാൾക്കൊണ്ടേ മതിയാവും, പക്ഷേ ഇനി ശാലിനിയെ വെറുതെ വിടരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ എരിയേറ്റുന്നുണ്ട്. അന്നേരം എങ്ങ് തലതല്ലി കരയുകയാണ്. ഭാമ ആകെ സങ്കടപ്പെട്ട, ഒരു മകൻ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു വേദന നല്ലോണം ഉൾക്കൊണ്ട ഭാമയാണെങ്കിൽ അവിടെ കരഞ്ഞങ്ങ് തകർത്ത് കണ്ടു നിൽക്കുന്ന പൊന്നിക്കും അകപ്പാടെ സങ്കടം വരുന്നുണ്ട്. ആ ഒരു LIC ഏജൻറ്റിന് വരെ സങ്കടം വരികയാണ്. പക്ഷേ സുസ്മിത അവിടെ ഇതെല്ലാം ആ ഒരു ശാലിനിക്കെതിരെയുള്ള ആയുധമായിട്ട് അവിടെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ശാലിനിക്കെതിരെ എങ്ങനെ സത്യഭാമയെ തിരിപ്പിക്കാമെന്നുള്ളത് തന്നെയാണ് അവിടെ നന്നായിട്ട് സുസ്മിത ചെയ്യുന്നുണ്ട്. അതിനുശേഷവും ഭാമ ഇങ്ങനെ കരയുകയാണ്. എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ മകൻ വരും, വിഷ്ണു എന്നും പറഞ്ഞങ്ങ് അലമുറയിട്ട് കരയുകയാണ്. അതിനുശേഷം വീണ്ടും ബോധം പോയി പൊന്നിയുടെ മടിയിലേക്ക് വീഴുന്നുണ്ട്. അന്നേരം സത്യാമ്മയെന്നൊക്കെ പൊന്നി വിളിക്കുകയാണ്. പക്ഷേ സുസ്മിത ഇതൊക്കെ കണ്ട് ആനന്ദിച്ചങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ ശിവനാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ജീപ്പിൽ ഇറങ്ങി ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, വണ്ടി മാറ്റിയിടോ എന്ന് പറയുകയാണ്. CI സാറിന് പോകാനുള്ളതെന്നാണ്. അന്നേരം CIക്കല്ലേ, ഇത്ര സ്ഥലം മതി എന്ന് പറയുകയാണ്. അന്നേരം ഒരു ബഹുമാനം ഇല്ലാതെയാണ് ശിവനാണെങ്കിൽ ആ ഒരു സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത്. റസാഖാണെങ്കിൽ അകത്തുനിന്ന് കാണുന്നുമുണ്ട്. അന്നേരം ഇവിടെ ആരെയാണ് കാണാനാന്ന് ചോദിക്കുമ്പോൾ റസാഖിനെ ഒന്ന് കാണണമെന്ന്. അന്നേരം എന്തോ എന്നിങ്ങനെ ആ പോലീസുകാരൻ ചോദിക്കുമ്പോൾ റസാഖ് ഏമാനെ ഒന്ന് കാണണം, കൂടെ പഠിച്ചത് കൊണ്ടേ പേര് വിളിച്ച് ശീലിച്ചു, ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണെന്ന് പറയുമ്പോൾ റസാഖ് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവനെ ഇങ്ങനെ കടത്തി വിടുമെന്ന് പറയുകയാണ്. തുടർന്ന് ശിവനിങ്ങനെ സ്റ്റേഷൻ്റെ വരാന്തയിലേക്ക് തന്നെ കയറുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്ന് അടങ്ങ് ബ്രോ എന്നൊക്കെ പറയും. റസാഖെ, നിന്നെ കണ്ടൊരു കാര്യം ചോദിക്കാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നിന്നോട് ഞാൻ പലതവണ പറഞ്ഞുകൊണ്ട് ഇത് നിൻ്റെ അച്ചു വീടാണോ, തോന്നുമ്പോഴൊക്കെ കയറി വരാനും ഇതിനൊക്കെ ഞാൻ ചോദിക്കണം, കോൾ മീ സാറെന്ന് പറയുകയാണ്. അന്നേരം നിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് അങ്ങനെ വിളിക്കാനേ തോന്നുന്നില്ല, അല്ലെങ്കിൽ നിൻ്റെ പഴയ പേരാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എസ്കോർട്ട് എന്ന് വിളിക്കുകയാണ്. അന്നേരം ഡാ എന്ന് പറഞ്ഞുകൊണ്ട് റസാഖ് ആകെ ദേഷ്യം വന്ന് ഷർട്ടിൻ്റെ കോളറിന് പിടിക്കുന്നുണ്ട്. അന്നേരം ഒരു പൊരിക്കടങ്ങ് എന്നൊക്കെ പറഞ്ഞ് ശിവനാകെ ഒരു ബഹുമാനം ഇല്ലാതെ, ഒരു പോലീസ് എന്നുള്ള രീതിക്ക് ഒരു ബഹുമാനം ഇല്ലാതെ തന്നെയാണ് റസാഖിനോട് സംസാരിക്കുന്നതൊക്കെ. വേറെ ഒരു സംസാരം എന്ന പോലെ തന്നെയാണ് പെരുമാറുന്നതൊക്കെ. അന്നേരം നിന്നെ കണ്ടൊരു കാര്യം അറിയാനാണ് വന്നത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇന്നലെ നീ കണ്ടെത്തിയ അമ്മയും കുഞ്ഞും ഇല്ലേ, അവരെക്കുറിച്ചുള്ള കാര്യം അറിയണമെന്ന് പറയുക. അന്നേരം അത് നിങ്ങളുടെ അല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്
അവരെ കൊണ്ടൊരു കാര്യം സാധിക്കാനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശാരിയുടെ അതിന് ഒരു സഹായത്തിനാണെന്ന് പറയുമ്പോൾ അപ്പോൾ നീ അവരുടെ മൊത്തം കുടുംബത്തിൻ്റെ കാര്യം ഏറ്റെടുത്ത് അവരുടെ അത്താണിയാവാൻ തീരുമാനിച്ചിരിക്കുക, സങ്കടം ഒപ്പാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് ചെയ്തല്ലേ പറ്റൂ എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പറയാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ പറയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ എന്നേക്കാളും വലിയ ബുദ്ധിമാനല്ലേ, നീ പോയി കണ്ടുപിടിക്കുക എന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ നിന്നെക്കൊണ്ട് പിന്നെ അതിൻ്റെ കേസിൻ്റെ അന്വേഷണത്തെ കുറിച്ചൊക്കെ അറിയണം എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ടത് കഴിയാത്തത് കൊണ്ടല്ലേ ഞാൻ അന്വേഷിക്കാൻ ഇറങ്ങിയെന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ നീ എൻ്റെ കസേരയിലോട്ട് കയറിയിട തൊപ്പിയും കൂടി വെച്ച് തരാമെന്നിങ്ങനെ റസാക്ക് പറയുമ്പോൾ ശിവനും കളിയാക്കുകയാണ്. പിന്നെ നീ മണ്ടനാണെന്നുണ്ട് എന്നെ കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നീ കുഞ്ഞിനെ അതിനെ കുറിച്ചൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ ഇല്ല, ധൈര്യം ഉണ്ടെങ്കിൽ ചുണയുണ്ടെങ്കിൽ നീ പോയി കണ്ടുപിടിക്കടാന്നിങ്ങനെ തിരിച്ചും റസാക്ക് പറയുകയാണ്. അവിടെ റസാക്കിൻ്റെ ആ ഒരു നിലപാട് തന്നെയാണ് ശരി. ശിവനാണെങ്കിൽ ഒരു ബഹുമാനമില്ലാതെ പോലീസുകാരോട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്, അവരോട് സംസാരിക്കുന്നതും ഒക്കെ ഒട്ടും വിവരമില്ലാത്ത രീതിക്ക് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ വിഷ്ണുവിൻ്റെ വരുന്നില്ല. വിഷ്ണു ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ, ശിവൻ്റെ ആ ഒരു ഇതിലല്ല സംസാരിക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ് പിന്നെ കമലിനാണെങ്കിൽ ശിവനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം നീ എവിടെയും ചോദിക്കുമ്പോൾ ഞാനിവിടെ സ്റ്റാൻഡിലാണ് അച്ഛനെ എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നത്. കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ശിവനില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വരാമെന്നിങ്ങനെ കമലൻ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ശിവൻ വീണ്ടും റസാക്കിനോട് ചോദിക്കണം, അപ്പോൾ നീ ആ കുഞ്ഞിനെ അമ്മയെ കുറിച്ചൊന്നും പറയില്ല. അന്നേരം ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ശരി, എങ്കിലും കാക്കി ഇടുന്നത് നീ മാത്രമല്ലല്ലോ, സാധാരണക്കാരെ വിഭാഗമുണ്ട്, അവരും കാക്കി ഇടുന്നുണ്ടല്ലോ. ഈ നാട്ടിലെ ഓട്ടോ തൊഴിലാളികൾ ലക്ഷോപലക്ഷം ചേർന്ന് വരുന്ന അവരാണ്, അധ്വാനിക്കുന്നവരാണ്. അവരുടെ ആകുമ്പോൾ കുറച്ച് നീതി കാണും, നിങ്ങളെപ്പോലെയല്ല. അവരെല്ലാവരും കൂടി കൂട്ട് ചേർന്നാലുണ്ടല്ലോ നിങ്ങൾ ഈ കാക്കിയൊന്നും വെറും അല്ലാതാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടുപിടിച്ചോളാം, പോട്ടെ എസ്കോർട്ടെ എന്ന് വിളിക്കുകയാണ്. അന്നേരം ചെല്ല് എന്നിങ്ങനെ റസാക്ക് ആ ഒരു ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്. തിരിച്ച് ശിവനാണെങ്കിൽ ജീപ്പിൽ കയറി പോകുന്നുണ്ട്. അതിനുശേഷം റസാക്ക് ഇങ്ങനെ ആകെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇനി ശാരിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് കാണിക്കാനാണോ അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ സ്വന്തം മോളെ കണ്ടാൽ ശാരിക്ക് അറിയില്ല ഇനി എന്താവുമെന്നുള്ളതും. ഇനി അടുത്ത എപ്പിസോഡിലാണ് സത്യഭാമ അവിടെ ശാലിനി വരുമ്പോൾ ശാലിനിയോട് അടിക്കുന്നതോ സീനൊക്കെ, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.